Dear learners, welcome to Zodiac e-learning hub. The question discussion of today is from psychiatry. The question is here. The autopsy of a 65 years old man who was killed when he was walking across the street without looking at the traffic signal shows degeneration of cholinergic neurons in the hippocampus live. In this man is most likely to have which of the following disorder? Options is bipolar disorder, major depressive disorder, Alzheimer's disorder, schizophrenia. ഒരു വയസ്സായ മനുഷ്യൻ റോഡിലൂടെ നടക്കുന്നു, ആക്സിഡന്റിൽ മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ നമ്മൾ നോക്കുമ്പോൾ കോളിനർജിക് ന്യൂറോൺസ് അധികം അതിന്റെ ഡീജനറേഷൻ കാണപ്പെടുന്നു. ഇത് സാധാരണയായി കാണുന്ന അവസ്ഥ ഏതാണ്? അൾഷൈമേഴ്സ് എന്ന അവസ്ഥയിലാണ് നമുക്ക് കോളിനർജിക് ന്യൂറോൺസ് അധികമായി നഷ്ടപ്പെടുക. കോളിനർജിക്സ് നഷ്ടപ്പെടുമ്പോൾ വരുന്ന അവസ്ഥയാണ് അൾഷൈമേഴ്സ്. എന്നാൽ ബൈപോളാറിലോ മറ്റ് ഡിപ്രസീവ് ഡിസോർഡേഴ്സിലോ അല്ലെങ്കിൽ സൈക്കോസിന്റെ മറ്റ് കണ്ടീഷൻസിലൊന്നും തന്നെ നമുക്ക് ഇത്തരം അവസ്ഥ കാണാൻ സാധിക്കുന്നതല്ല. പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻവോൾവ് ആയിട്ടാണ് പല അസുഖങ്ങളും വരിക. ഇവിടെ കോളിനർജിക്സ് കുറയുന്നത് കാരണം ഉണ്ടാകുന്നത് അൾഷൈമേഴ്സ് ഡിസീസ് ആണെന്ന് പഠിക്കുക. താങ്ക് യു.